ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണ ചർച്ചകൾ ഈ ആഴ്ച. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ച ചർച്ചകൾ നടക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരിക്കും ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചകളിൽ മുൻഗണന. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് നടക്കേണ്ടിയിരുന്ന ചർച്ചകളാണ് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ദോഹയിലേക്ക് മാറ്റിയത്. ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ 5-ാം വകുപ്പിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നിലവിലുള്ള സംഘർഷങ്ങൾക്ക് പ്രധാന കാരണം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഇറാൻ ഉറപ്പു നൽകണമെന്നും പകരം ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം അമേരിക്ക നീക്കം ചെയ്യണമെന്ന കരാർ. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചകളിൽ അമേരിക്കൻ സൈന്യവും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിൽ നേരിട്ടുള്ള ഹോട്ട്ലൈൻ സംവിധാനം വേണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കപ്പലുകൾ ഇറാനുമായി ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ കടന്നുപോകാനാവൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഈ സംവിധാനം ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല. അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് ഇറാന്റെ ആരോപണം. ഇതോടെ കഴിഞ്ഞ ഞായറാഴ്ച നടത്തേണ്ടിയിരുന്ന ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറിയിരുന്നു. അതേസമയം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ നടപ്പിലാക്കുന്നതിലെ പ്രധാന തടസ്സമായി മാറിയിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കാണ്. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ധാരണാപത്രം അനുസരിച്ച് ഈ ജലപാതയിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു. ഇതിന് പകരമായി ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം നീക്കാൻ അമേരിക്കയും സമ്മതിച്ചിരുന്നു. ഭാവിയിലെ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ചർച്ചയിൽ US സൈന്യവും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിൽ നേരിട്ടുള്ള ഒരു സൈനിക ഹോട്ട്ലൈൻ സ്ഥാപിക്കാനും കടലിടുക്കിലൂടെയുള്ള സമുദ്ര ഗതാഗതം ഏകോപിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ വാരാന്ത്യം വരെ ഈ ആശയവിനിമയ സംവിധാനം പ്രവർത്തനക്ഷമമായിട്ടില്ലെന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഇറാൻ അധികാരികളുമായി നേരിട്ട് ഏകോപനം നടത്തണമെന്ന് ടെഹ്റാൻ വീണ്ടും നിർബന്ധം പിടിക്കാൻ തുടങ്ങി. എന്നാൽ ഇത് ചർച്ചകളിലുണ്ടായ യഥാർത്ഥ ധാരണയ്ക്ക് അപ്പുറമുള്ള കാര്യമാണെന്നാണ് വാഷിംഗ്ടൺ കരുതുന്നത്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പെട്ടെന്ന് കാരണമായത്. കരാർ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ പുനരാരംഭിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാന് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. ഞങ്ങൾക്കിനി ന്യായമായ രീതിയിൽ പെരുമാറാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നേക്കാം. അങ്ങനെ വന്നാൽ ഞങ്ങൾ വളരെ വിജയകരമായി ആരംഭിച്ച ജോലി സൈനികമായി പൂർത്തിയാക്കാൻ നിർബന്ധിതരാകുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അത് സംഭവിക്കുകയാണെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പിന്നീട് നിലനിൽക്കില്ല. ഈ മാസം ആദ്യം ഒപ്പുവെച്ച ധാരണാപത്രം ഇരു രാജ്യങ്ങളും പരസ്പരം ലംഘിച്ചുവെന്ന് കുറ്റപ്പെടുത്തുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ കടുത്ത പരാമർശങ്ങൾ വന്നത്. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും ഈ സമാധാന കരാർ നിലനിർത്താനുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇസ്രായേലും ലെബനനും തമ്മിൽ പ്രത്യേക വെടിനിർത്തൽ ചട്ടക്കൂട് നിലവിലുണ്ടായിരുന്നിട്ടും കഴിഞ്ഞ വാരാന്ത്യത്തിൽ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ പുതിയ ആക്രമണങ്ങൾ നടത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിപുലമായ ധാരണയനുസരിച്ച് ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും യുദ്ധം നിർത്തേണ്ടതുണ്ടെന്നാണ് ഇറാന്റെ വാദം. ഇസ്രായേൽ കരാർ ലംഘിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം വാഷിംഗ്ടണിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി ഉപരോധങ്ങളിൽ നിന്നുള്ള ഇളവുകൾ, സമാധാന കരാറിന്റെ ദീർഘകാല നിർവഹണം തുടങ്ങിയ വിപുലമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിലായിരിക്കും ദോഹ കൂടിക്കാഴ്ച ആദ്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ധാരണാപത്രം അതിന്റെ ആദ്യത്തെ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതായിരിക്കും ഈ ചർച്ചയുടെ ഫലം. നിലവിലത്തെ സാഹചര്യത്തിൽ വാഷിംഗ്ടണും ടെഹ്റാനും കൂടുതൽ സൈനിക തിരിച്ചടികൾക്ക് മുതിരാതെ നയതന്ത്രത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് പിന്മാറിയതായാണ് കാണുന്നത്. ഈ താൽക്കാലിക പിന്മാറ്റം ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുമോ എന്നത് ഈ ആഴ്ച ദോഹയിലെ ചർച്ചാമേശയിൽ നിന്നും പുറത്തുവരുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.